ലോകത്ത് ആദ്യം വന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഇരയായ ലോകത്തുള്ള മനുഷ്യരിനം മുഴുവൻ ചെയ്തത് അമലിന്റെ ഇബാദത്തിന്റെ ആരാധനയുടെ പ്രതിഫലം അങ്ങേക്ക് കരസ്ഥമാക്കാൻ ദാവൂദ് നബിയേ ഞാൻ പറഞ്ഞു വരുന്നതായ 5 കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിലങ്ങ് പുലർത്തിയാൽ അതിന് പ്രത്യേകമായൊരു സ്ഥാനം കൊടുത്തുകൊണ്ടങ്ങ് ജീവിച്ചാൽ അങ്ങ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അങ്ങയുടെ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് എന്തെല്ലാം കാര്യം ചോദിച്ചാലും അതെല്ലാം അല്ലാഹു തരും ദാവൂദ് നബിയേ. ഈ ദുനിയാവാകുന്ന ഈ കണ്ണാടിയിലൂടെ നാം നോക്കുമ്പോൾ പ്രതിബന്ധമായി കാണേണ്ടത് ആഖിറത്തെയാണ്. എന്നെന്നും ശാശ്വതമായി ജീവിക്കേണ്ട, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത സ്വർഗ്ഗവും നരകവും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ശിക്ഷകളും കൊണ്ട് നിറയ്ക്കപ്പെട്ട ആഖിറത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആഖിറത്തിലേക്ക് ചെന്നാൽ പിന്നെ നമുക്കൊരു തിരിച്ചു വരവില്ല. അതിനു മുമ്പ് തന്നെ അല്ലാഹുവിന് വേണ്ടി സ്വർഗ്ഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, സ്വർഗ്ഗം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു ഒരുപാട് അവസരം നമുക്ക് തന്നു. എന്നാൽ ആ അവസരമെല്ലാം പാഴാക്കിക്കൊണ്ട്, ആ അവസരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദുനിയാവാകുന്ന ഈ മോഹവലയത്തിൽ പെട്ടുകൊണ്ട്, ദുനിയാവിന്റെ മോഹവലയത്തിൽപ്പെട്ട് ആഖിറത്തെ മറിമറന്നുകൊണ്ട് ജീവിക്കുന്ന എന്റെ ബഹുമാനമുള്ള മുസ്ലിമേ, എന്നായാലും അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ അടുക്കലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇതിന് മറേ നീ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണേ, ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. എത്രയോ മഹാരഥന്മാർ പോയി കിടക്കുന്ന, എത്രയോ അഹങ്കാരികൾ പോയി കിടക്കുന്ന ആരതി മണ്ണിലേക്ക് നിന്റെ ശരീരത്തെ നീ എന്നതേ ഇതിനോ മറേ കളി കളിച്ചുകൊണ്ട് നിൽക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, എന്തായാലും ആ പള്ളിയിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിലേക്ക് വരാറുണ്ട് സുഹൃത്തേ. അതുകൊണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് നിനക്ക് എന്തെല്ലാം നല്ലതായ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റേ അതെല്ലാം ചെയ്തുകൊണ്ട് ആരും മണ്ണിലേക്കും ജോലിയിടന്നാൽ ആ മണ്ണറ നിനക്ക് മണിയറയാക്കാമെന്ന് ലോകത്തിന്റെ നായകൻ പഠിപ്പിക്കുകയാണ്. നാഹിലിനെ മതിമറന്നുകൊണ്ട് പണമുണ്ടാക്കാൻ പരക്കം പായുന്നവരെ നിസ്കാരവും വേണ്ടും മോദലുമില്ല. പള്ളിയിലുള്ള മുന്നിയാക്കന്മാർക്കും തങ്ങന്മാർക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നമുക്ക് കുടുംബം പോറ്റുന്ന പണിയാണ്. അതുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല, നോമ്പ് ധരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾ അർഹരില്ല, ഞങ്ങൾക്ക് കുടുംബം പോറ്റുന്ന പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, കച്ചവടം നടത്തുന്നവനും വാഹനം മേടിക്കുന്നവനും തിരക്കുള്ളവനും തിരക്കില്ലാത്തവനും ഡോക്ടറും രോഗിയും പ്രതിയും വക്കീലും ബുദ്ധിയുമല്ല അല്ലാഹുവിന്റെ ദീനിലെത്തുന്നമെന്നും ഒരേ ഭാഗമാത്രമാകണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് കമനീയമായ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ നമുക്ക് വല്ലാത്ത ആഗ്രഹമാ, അടങ്ങാത്ത ആഗ്രഹമാ. പക്ഷേ വരം രാമലോലഹ സ്വർഗ്ഗത്തിന് വേണ്ടി ഒരു പണിയും നാം ചെയ്യുന്നില്ല. മഹാനായ അബൂബജാലിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് അബൂബജാലയോട് പറയുന്നു, അബൂബജാല, നിന്റെ റബ്ബിനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ, നിനക്കൊന്നും പറയാനില്ലേ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീഹ് ചെല്ലുന്നതിന് മുമ്പേ, ദുആ ചെയ്യുന്നതിന് മുമ്പേ നീ നിന്റെ വീട്ടിലേക്കല്ലേ ഓടിയല്ലേ? നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ റബ്ബിനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? അബൂബജാല, മഹാനായ അബൂബജാല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എനിക്ക് മുനാഫിഖിന്റെ സ്വഭാവമില്ല നബിയേ,
എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ റബ്ബിനോട് ചോദിക്കാനുണ്ട് നബിയേ. എന്നാലും ഒരു പരാതി എനിക്ക് അങ്ങയോട് പറയാനുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അബൂദുജാലയോട് ചോദിക്കുന്നു, അബൂദുജാല, നിന്റെ പരാതി എന്താണ് അബൂദുജാല? അവിടുന്ന് മഹാനായ അബൂദുജാല റളിയല്ലാഹു അൻഹു പറയുന്നു, കണ്ണീരോടെ മാനം തോന്നി നിൽക്കുന്നേ